അപ്പൊ ഞാൻ ഇന്ന് പട്ടിക്ക് പേരിടാൻ പോണാണ്. എടാ ഡോറിമോനെ പട്ടിക്ക് ഇടാൻ പറ്റിയൊരു പേര് പറയോടാ. ആടാ ഷിൻജാനെ, എടാ നീ റോക്കിന്ന് പേരിട്ടാ മതി. എടാ ഷിൻജാനെ, റോക്കി നല്ല പേരാണോ? ആടാ റോക്കി നല്ല പേരാ. ട്രവർ പറഞ്ഞ പേരിട്ടാ മതി. ഗൈസ്, അപ്പൊ നമുക്ക് ട്രവറിനെ പറഞ്ഞ പേര് നമുക്ക് റോക്കിക്കിടാം. ഗൈസ്, അപ്പോൾ നമുക്കിനി റോക്കിൻ്റെ അവിടം വരെ നടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ റോക്കി വന്നപ്പോൾ തന്നെ ആക്റ്റീവായി റോക്കി. ഗൈസ്, അപ്പോൾ നമ്മൾ റോക്കിന്ന് പേരിട്ടിട്ടുണ്ട്. ഗൈസ്, നമുക്ക് രാവിലെ തന്നെ നമ്മുടെ റോക്കിനെ നടക്കാൻ കൊണ്ടുപോകാം. ഗൈസ്, വാടാ റോക്കി. ഗൈസിന് രാവിലെ തന്നെ നമ്മൾ റോക്കി പട്ടീനെ നടക്കാൻ കൊണ്ടുപോകണം. ഗൈസ്, ഇന്ന് നമുക്ക് എന്തൊക്കെ പരിപാടി ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നില്ലേ ചെത്തിരി പരിപാടി ഉണ്ട്. നമുക്ക് ആദ്യം ഈ റോക്കീനെ നടക്കാൻ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് നമുക്കില്ലേ ഒരു ട്രിപ്പ് പോകണം. ഗൈസ്, ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാങ്ക്ലിനെ കൊണ്ടുപോകണം. നമ്മൾ ഒറ്റക്ക് പോകും. ഗൈസ്, നമ്മൾ ഫ്രാങ്ക്ലിനെ കൊണ്ടുപോകില്ല, ഡോറിമോനെയും കൊണ്ടുപോകില്ല, ഷിൻജാൻ എന്നെ കൊണ്ടുപോകില്ല, ട്രവറിനെ കൊണ്ടുപോകില്ല. ഗൈസ്, ആ പട്ടി ഞാൻ ചാടുമ്പോൾ ഓടി തന്നെ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തോട്ട് കയറാം. ഗൈസ്, നമ്മിനി പട്ടീനെ ഓടിപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറേണ്ടത്. ഗൈസ്, നമ്മുടെ പട്ടിക്ക് അത്യാവശ്യം സ്പീഡ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ കടിക്കാൻ വരും. ദിവൻ അവിടെ പട്ടി പെട്ടെന്ന് ഗൈസ്, അപ്പോൾ നമ്മുടെ പട്ടീനെ ഇവിടെ നിർത്തിയേക്കാം. ഹജമ്പ് സിറ്റ് പട്ടി. ഗൈസ്, അപ്പോൾ നമ്മൾ പട്ടീനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഗൈസ്, ഇനി നമുക്ക് ഒറ്റക്ക് ട്രിപ്പ് പോകാം. ഗൈസ്, നമ്മൾ ഇന്ന് ഒറ്റക്ക് ട്രിപ്പ് പോകാൻ പോണത് താറിലാണ്. നമ്മൾ വെറുതെ ഡെസേർട്ടിൽ ഓഫ് റോഡ് പോകാൻ പോകണാണ്. ഗൈസ്, ഡെസേർട്ടിൽ കൂടി ഓഫ് റോഡ് വെറുതെ അടിക്കുമ്പോൾ നല്ല വൈബായിരിക്കും. ഗൈസ്, അപ്പോൾ ഞാൻ നേരെ ഡെസേർട്ടിലോട്ട് പോകണാണ്. ഗൈസ്, അപ്പോൾ ഇനി ഡെസേർട്ടിലോട്ട് പോകാൻ കുറേ ദൂരമുണ്ട്. ഗൈസ്, ഡെസേർട്ടിൽ പോകാൻ നേരത്ത് താറെടുത്തുകൊണ്ട് നമുക്ക് നല്ല ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുമായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ താറെടുത്ത് നേരെ ഓഫ് റോഡ് പോകണേന്. ഗൈസ്, ഒറ്റ വളക്കൽ. ഗൈസ്, പെട്ടെന്ന് വളഞ്ഞ് കിട്ടി നമ്മുടെ വണ്ടി. ഗൈസ്, അപ്പോൾ നമുക്കിനി നേരെ കത്തിച്ച് വിടണം. ഗൈസ്, എന്നിട്ട് വേണം നമുക്കിനി ഓഫ് റോഡിൻ്റെ സ്ഥലത്തെത്താൻ. ഗൈസ്, നമ്മുടെ ഓഫ് റോഡിൻ്റെ സ്ഥലം ഏകദേശം എത്താറായി. നമ്മൾ ബീച്ചെത്തി. ഗൈസ്, ബീച്ചെത്തിയാൽ തൊട്ടടുത്താണ് ഗൈസ് ഓഫ് റോഡ് സ്ഥലം. ഗൈസ്, ഈ ബീച്ച് കഴിഞ്ഞൊരു ഓഫ് റോഡാണ്. എന്നാലും നമുക്ക് ഈ ഓഫ് റോഡ് സ്ഥലത്തോട്ട് അങ്ങോട്ട് കയറണം. ഗൈസ്, ഇതേത് സ്ഥലം എനിക്കറിയില്ല. ഇത് ഈ റോഡിൻ്റെ സൈഡിലുള്ള മറ്റേ സ്ഥലമാണ്. ഗൈസ്, നമുക്കിനി കത്തിച്ച് വിടാം. നമ്മുടെ താറിനാണെങ്കിൽ വലിയ സ്പീഡും ഇല്ല. ഗൈസ്, പക്ഷേ ഇപ്പോൾ വാഗണാറുകാരൻ കൊണ്ട് കയറ്റിയത് നമ്മൾ റോങ് സൈഡ് പോയതുകൊണ്ട് ആ വാഗണാറുകാരനെ നമ്മൾ പിടിച്ചേനെ. ഗൈസ്, നമുക്കിനി കത്തിച്ച് വിടാം. നമ്മുടെ ഈ കാറിന് ഭയങ്കര സ്പീഡില്ല. ഗൈസ്, താറായതുകൊണ്ട് 160 സ്പീഡേ കയറുള്ളൂ. എൻ്റെ പൊന്നോ, താറിന് ഷോക്കുള്ളതുകൊണ്ട് അലമ്പായി, ഇപ്പോൾ ഡ്രിഫ്റ്റായിപ്പോയി. ഗൈസ്, നമ്മി എസ് വളവിൽ കൂടി പോണാണ്. ഗൈസ്, ഇനി എസ് വളവിൽ കൂടി നമ്മൾ നേരെ പോയിട്ടാണ് അടുത്ത എസ്. ഗൈസ്, ഈ വണ്ടിയാണെങ്കിൽ എന്ത് പതുക്കെ പോണേ. യെസ് ഗൈസ്, നമ്മൾ എസ് വളവ് എത്തി. ഗൈസ്, ഞാനിപ്പോൾ എസ് വളവ് കഴിയും. ഗൈസ്, യെസ് ഗൈസ്, ഞാനിപ്പോൾ എസ് വളവ് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്കിനി നേരെ കത്തിച്ച് വിടാം. നമ്മുടെ ഇന്നത്തെ ഓഫ് റോഡിൽ ഡെസേർട്ടിലാണ്. ഗൈസ്, അതുകൊണ്ട് പൊളിയാണ്. ഗൈസ്, ഇപ്പോൾ നമ്മൾ ട്രവറിൻ്റെ പഴയ വീട്ടിലെത്തി. നമ്മുടെ മറ്റേ ചേട്ടൻ പറഞ്ഞ സ്ഥലം. ഗൈസ്, അപ്പോൾ നമ്മൾ ഡെസേർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസേർട്ടിൽ കത്തിക്കാം. ഗൈസ്, വണ്ടി ഗൈസ്, നമ്മൾ ഡെസേർട്ടിലെത്തി. ഗൈസ്, അപ്പോൾ നമ്മൾ ഡെസേർട്ടിൽ താറോടിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഫ്രാങ്ക്ലിനും ഡോറിമോനൊന്നും ഇല്ലല്ലോ. ഗൈസ്, ഫ്രാങ്ക്ലിനും ഡോറിമോനും ഉണ്ടെങ്കിൽ ഇത്രയും കൂടി വൈബായേനെ. ഗൈസ്, നമ്മൾ ഒറ്റക്ക് വന്നുകൊണ്ട് ഭയങ്കര പവറുണ്ട് ഗൈസ് വണ്ടിക്ക്. ഫ്രാങ്ക്ലിനും ഷിൻജാനൊക്കെ വന്നെങ്കിൽ, ഫ്രാങ്ക്ലിനും ഡോറിമോനും ട്രവറൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇത്ര സ്പീഡിൽ വരാൻ പറ്റൂലായിരുന്നു.
ഗൈസ് അപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റിംഗ് ആണ് ഫുള്ള്. അയ്യോ ഗൈസ് നമ്മുടെ ട്രിപ്പ് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് നമ്മളുടെ റോക്കീനെ കൊണ്ടുവരാനാണ് ഇങ്ങോട്ട്. പക്ഷെ നമുക്ക് റോക്കീനെ കൊണ്ടുപോകാൻ ചിലപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ വണ്ടി കയറ്റിയിട്ടില്ല റോക്കീനെ. അതുകൊണ്ട് ചിലപ്പോൾ വല്ല പണിയായ എന്ത് ചെയ്യും ഗൈസ്. ഗൈസ് ഇപ്പം ഇനി നമുക്ക് നേരെ സിറ്റിയിലോട്ട് വിടാം ഗൈസ്. ഗൈസ് ഞാൻ സിറ്റി എന്ന് പറഞ്ഞപ്പോൾ അറിയാണ്ട് ഗ്രാമത്തിലോട്ടാണല്ലോ ഗൈസ് വന്നത്. എന്നാലും ഇത് ട്രിപ്പായിട്ട് കൂട്ടാം. അയ്യോ ഗൈസ് ഗ്രാമം കൊള്ളാല്ലേ. എൻ്റെ പൊന്നാ ചെറുതായിട്ടൊന്ന് വണ്ടി ഇടിച്ചു ഗൈസ്. ഇത് നമുക്ക് ബെന്നിയണ്ണൻ്റെ കടയൊക്കെ ആയിട്ട് ശരിയാക്കാം. അലോയ് വീലും ചെറുതായിട്ട് ചളങ്ങിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് പറ്റിയിട്ട് അലോയ് വീലും കൂടി കയറ്റിയിട്ടാണ് ഗൈസ്. ഓക്കെ ഗൈസ് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാൻ കത്തിച്ച് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വഴി നേരെ പോയാൽ മതി, നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് എത്തും ഗൈസ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അവിടെ എത്തി ഗൈസ്. അപ്പോൾ ഞാൻ വീട്ടിലോട്ടുള്ള മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മാപ്പിലോട്ട് പോവാം ഗൈസ്. വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ താറാണെങ്കിൽ സീനായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. വെള്ളപ്പൊക്കം വന്നാൽ എന്താണ് ഗൈസ്, നമ്മുടെ താറല്ലേ എൻ്റെ പൊന്നോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ചെറുതായിട്ട് ആ സ്വിഫ്റ്റ് കാരനെ തട്ടിയേനെ ഗൈസ്. ഞാൻ സ്വിഫ്റ്റ് കാരൻ ഇങ്ങനെയാണ് ഗൈസ് പോയത്. താറിൻ്റെ പവർ കാണിച്ചു ഗൈസ്. താറ് യോ ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി ഗൈസ്. ഇനി വീട്ടിലോട്ട് കുറച്ച് ദൂരം കൂടി ഉള്ളൂ. നമ്മ വന്ന വഴിയിലല്ല പോണത് ഗൈസ്. എൻ്റെ പൊന്നോ ഇപ്പം ഇടിച്ചേരെ ഗൈസ്. ബനിയനൻ്റെ കടയിൽ നമുക്ക് പിന്നെ താറോട് ശരിയാക്കാനുള്ള. യെസ് ഗൈസ് നമ്മുടെ വീട്ടിലെത്തി ഗൈസ്. ഈ വഴി കയറോ വണ്ടി? ഇല്ല ഗൈസ് ഈ വണ്ടി കയറൂലേ ഈ വഴി ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ആ വഴി കയറ്റാം ഗൈസ്. ഇനി നമുക്ക് നേരെ ഈ വഴി പോകണം. അയ്യോ ഗൈസ് ഈ സാധനം പൊളിഞ്ഞില്ല. എന്താ പരിപാടിയാണ് ഗൈസ്. ഈ ഫ്രാഗലിനടും കൊണ്ട് വെച്ച സാധനമാണ്. അയ്യോ ഗൈസ് നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് നേരെ വളച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഗൈസ് നമ്മൾ വന്നപ്പോൾ തന്നെ ഗേറ്റൊക്കെ ഫ്രാഗലിനാണെന്ന് തോന്നുന്നു വെച്ചായിരുന്നു. അയ്യോ ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടി വളച്ച് വണ്ടീൻ്റെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഗൈസ് വണ്ടിയിൽ നിന്ന് ഞാനൊരു സാധനം എടുക്കാൻ വന്നു. ഗൈസ് ആ സാധനം കിട്ടി ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.